മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയെയും ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ഡൽഹിയിലെത്താനാണ് നിർദ്ദേശം. ദീപാദാസ് മുൻഷിയാണ് ഇരുവരെയും വിവരം അറിയിച്ചത്. ഡി ധനസുമോദ് വിശദാംശങ്ങൾ നൽകും. സുമോദ്, രണ്ടുപേരെയും ഡൽഹിയിലേക്ക് വിളിപ്പിക്കുമ്പോൾ നിരീക്ഷകരുടെ കൃത്യമായ ഫീഡ്ബാക്ക് അവിടെ എത്തിയിട്ടുണ്ട്. തുടർ ചർച്ചകളാണ്, തുടർ നീക്കങ്ങളാണ്. ഈ രണ്ടുപേരെയും വിളിപ്പിക്കുന്നതിന് ഉദ്ദേശം എന്താണ്? ഈ റിപ്പോർട്ട് നിരീക്ഷകർ സമർപ്പിച്ച് 2 മണിക്കൂറുകളിലാണ് ഇപ്പോൾ 2 നേതാക്കന്മാർക്കും വിളിയെത്തിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ഇന്ന് വൈകിട്ട് തന്നെ എത്തണം, ഉടനടി ഡൽഹിക്ക് എത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കാര്യം മുഖ്യമന്ത്രി തല ചർച്ചകൾ വളരെയധികം കേരളത്തിൽ വളരെ മോശമായ അവസ്ഥയിലേക്ക് ജനങ്ങൾ തെരുവിലിറങ്ങുന്ന, അനുയായികൾ തെരുവിലിറങ്ങുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഒരു തീരുമാനമെടുക്കണം എന്നുള്ളൊരു ശുപാർശ കൂടി നേരത്തെ നിരീക്ഷകർ മല്ലികാർജ്ജുന ഖാർഗെയുടെ മുമ്പാകെ വെച്ചിരുന്നു. ദീപാദാസ് മുൻഷിയും മല്ലികാർജ്ജുന ഖാർഗെയും നിരീക്ഷകരായ മുഗൾ വാസനിക്കും അജയ് മാക്കനും അടങ്ങുന്ന യോഗം ചേർന്ന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ നേതാക്കന്മാരോട് ഉടനടി തന്നെ ഡൽഹിയിലെത്തിക്ക് എത്താൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നത് സംസ്ഥാനത്ത് ഈ മഹാവിജയം നേടിയതിന്റെ മതിപ്പ് ജനങ്ങൾക്ക് കുറയുകയും ആ ശോഭ കെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല, മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിക്ക് മുമ്പാകെ കെ.സി. വേണുഗോപാലിനെതിരെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നത്. വ്യാപകമായി അദ്ദേഹത്തിന്റെയും കെ.സി. വേണുഗോപാലിന്റെയും വി.ഡി. സതീശന്റെയും ഫ്ലെക്സ് ബോർഡുകൾക്ക് നേരെ കരിയോയിൽ അഭിഷേകം നടക്കുന്നു. ഈ സാഹചര്യത്തിൽ എത്രയും വേഗം മുഖ്യമന്ത്രിയെ തീരുമാനിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇരു നേതാക്കന്മാരും എത്രയും വേഗം ഡൽഹിയിലെത്തണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടുപേരും വൈകിട്ട് 6 മണി കഴിഞ്ഞുള്ള ഫ്ലൈറ്റിന് ഡൽഹിക്ക് വരും. 10 മണിയോടെ ഇരുവരും ഡൽഹിയിൽ എത്തിച്ചേരും. രണ്ടുപേരോടും എന്തായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്? എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ? ഇപ്പോൾ 3 പേരോടും സംസാരിക്കേണ്ടതുണ്ടല്ലോ. കെ.സി. ഓൾറെഡി ഡൽഹിയിലുണ്ട്. കെ.സിയുമായി ആരായിരിക്കും സംസാരിക്കുക? ഒപ്പം ഇതിപ്പോ ഏതെങ്കിലും ഒരാളുടെ പേരിലേക്ക് എത്തിയാൽ മറ്റു 2 പേരെയും അനുനയിപ്പിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഹൈക്കമാൻഡിന്റെ പക്കൽ എന്തെങ്കിലും അനുനയ പാക്കേജുകളോ ഫോർമുലകളോ ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ടോ സുമോദ്? നിലവിൽ കെ.സി. വേണുഗോപാലിനെ ഒരു ചർച്ചയിലും പങ്കെടുപ്പിക്കുന്നില്ല. പകരം കെ.സി. വേണുഗോപാലിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഖാർഗെയുടെ വസതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയോടൊപ്പം ഹരിയാനയിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കെ.സി. വേണുഗോപാൽ ഡൽഹിയിൽ തന്നെ ഉണ്ട്. പക്ഷെ ഡൽഹിയിലില്ലാത്ത 2 നേതാക്കന്മാരാണ് ഉടനടി ഡൽഹിയിലേക്ക് എത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ 3 നേതാക്കന്മാരുടെയും അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവരോട് ചർച്ച നടത്തി 3 പേർക്കും ഒരു വിഷമം ഇല്ലാത്ത തരത്തിൽ കൃത്യമായ ഒരു പാക്കേജ് നൽകി കൊണ്ടുള്ള ഒരു ഫോർമുലയായിരിക്കും ചർച്ചകളിലൂടെ ഹൈക്കമാൻഡ് നടത്തുന്നത്. അതിന്റെ ചർച്ചകൾക്ക് വേണ്ടിയാണ് ഉടനടി തന്നെ എത്തണമെന്ന് നേതാക്കന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് 3 പേരും ഇപ്പോഴും റേസിലുണ്ട്, ഈ മത്സര രംഗത്തുണ്ട്. താൻ മുഖ്യമന്ത്രിയാകാനില്ല എന്ന് കെ.സി. ഒരു നിലപാടെടുത്താൽ അത് കേന്ദ്ര നേതൃത്വത്തിനും എളുപ്പമാണ്, സംസ്ഥാനത്ത് എളുപ്പമാണ്. പക്ഷേ ഇതുവരെ അദ്ദേഹം അതെടുത്തിട്ടില്ല. അങ്ങനെ അദ്ദേഹം എടുക്കാതിരിക്കുന്നിടത്തോളം ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ പ്രതിസന്ധിയിലാവുന്നുണ്ട്. അതുകൊണ്ടത്തോട് മാറി നിൽക്കാൻ ഒരു പക്ഷേ ഇവർക്കൊന്നും പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ കെ.സി. ഇങ്ങനെ വിടാതെ പിടിമുറുക്കുന്ന ഘട്ടത്തിൽ ഹൈക്കമാൻഡിൻ്റെ കെ.സിയുടെ കാര്യത്തിലുള്ള നീക്കം എന്തായിരിക്കും? ഇപ്പോൾ കെ.സിയെ വെക്കുകയാണെങ്കിൽ 2 ഉപതെരഞ്ഞെടുപ്പ് നടക്കണം, അതിനകത്ത് കുറേ റിസ്ക് എലമെന്റ്സ് ഉണ്ട്, അതൊക്കെ എടുക്കാം, അങ്ങനെയും കെ.സി. നിന്നോട്ടെ എന്നൊരു നീക്കത്തിലേക്ക് വരുമോ? അതായത് കെ.സി. തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്ന ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്നും തന്നെ മൈനസ് ചെയ്തോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ റിസൾട്ട് വന്നതിന് ശേഷം ഇത്രയും 63 സീറ്റ് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ലഭിച്ചതിന് ശേഷം കെ.സി. പിന്നീട് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല, കെ.സി. ഈ നിമിഷം വരെ മുഖ്യമന്ത്രിയാകാൻ താനില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങളും, എല്ലാ റിപ്പോർട്ടുകളും പരിശോധിച്ച ശേഷം രാഹുൽ ഗാന്ധി അന്തിമ തീരുമാനമെടുക്കട്ടെ. രാഹുൽ ഗാന്ധി എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനം താൻ സർവാത്മന സ്വീകരിക്കും എന്നുള്ള ഒരു അഭിപ്രായമാണ് ഹൈക്കമാൻഡിനെ കെ.സി. വേണുഗോപാൽ അറിയിച്ചിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇപ്പൊ നിലവിൽ 7 വർഷം തികഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. പക്ഷേ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന, അതായത് കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ കർണാടക, പഞ്ചാബ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് കെ.സി. വേണുഗോപാലാണ്. കെ.സി. വേണുഗോപാലിന്റെ ഒരു റോൾ ഇല്ലാത്ത ഒരു ചർച്ചയാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചർച്ചകളാണ്. അതിലേക്കാണ് ഇപ്പോൾ ഇന്ന് രാത്രിയോടുകൂടി വി.ഡി. സതീശനെയും ചെന്നിത്തലയും വിളിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഇരുവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്? വേഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണാം.